ഓം ശാന്തി 29/7/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, എപ്പോഴാണോ ആത്മാവ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴാണ് ഈ ശരീരത്തിനും മൂല്യമുള്ളത്. എന്നാൽ അലങ്കാരം ശരീരത്തിനാണുള്ളത്, ആത്മാവിനല്ല. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? നിങ്ങൾക്ക് ഏത് സേവനമാണ് ചെയ്യേണ്ടത്? ഉത്തരം: തന്റെ ഗണത്തിലുള്ളവർക്ക് നരനിൽ നിന്ന് നാരായണനും നാരിയിൽ നിന്ന് ലക്ഷ്മിയുമായി മാറാനുള്ള യുക്തി പറഞ്ഞു കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. നിങ്ങൾക്കിപ്പോൾ ഭാരതത്തിന്റെ സത്യമായ ആത്മീയ സേവനം ചെയ്യണം. നിങ്ങൾക്ക് മൂന്നാമത്തെ നേത്രം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിയും പെരുമാറ്റവും വളരെ ശുദ്ധമായിരിക്കണം. ആരിലും അല്പം പോലും മോഹം പാടില്ല. ഗീതം: കണ്ണു കാണാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു. ഓം ശാന്തി. ഡബിൾ ശാന്തി. ഇതിന് മറുപടിയായി നിങ്ങൾ കുട്ടികളും ഓം ശാന്തി പറയണം. നമ്മുടെ സ്വധർമ്മമാണ് ശാന്തി. നിങ്ങൾക്കിപ്പോൾ ശാന്തിക്ക് വേണ്ടി എങ്ങോട്ടും പോകേണ്ടതായ ആവശ്യമില്ല. മനുഷ്യർ ശാന്തിക്ക് വേണ്ടി സാധു സന്യാസിമാരുടെ അടുക്കലേക്ക് പോകുന്നില്ലേ? മനസ്സും ബുദ്ധിയുമാണ് ആത്മാവിന്റെ അവയവങ്ങൾ. ഈ ശരീരത്തിലെ അവയവങ്ങളെ പോലെ മനസ്സും ബുദ്ധിയും ആത്മാവിന്റെ കണ്ണുകളാണ്. ശരീരത്തിലെ കണ്ണുപോലെയുള്ള കണ്ണുകളല്ല. കണ്ണു കാണാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു എന്ന ഒരു പാട്ടുണ്ടല്ലോ. പ്രഭു അഥവാ ഈശ്വരൻ എന്ന് പറയുന്നതിലൂടെ അച്ഛനോടുള്ള സ്നേഹം വരില്ല. അച്ഛനിൽ നിന്നും കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾ അച്ഛന്റെ മുന്നിലാണ് ഇരിക്കുന്നത്, പഠിക്കുന്നുമുണ്ട്. ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? പരമാത്മാവ് അഥവാ ഈശ്വരനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾക്ക് പറയുവാൻ സാധിക്കില്ല. ശിവബാബയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അച്ഛൻ എന്ന വാക്ക് വളരെയധികം ലളിതമാണ്. വാസ്തവത്തിൽ ഇവിടെയുള്ളത് ബാബ്ദാദയാണ്. ആത്മാവിനെ ആത്മാവ് എന്നല്ലേ പറയൂ? അതുപോലെ ബാബ പരമാത്മാവാണ്. ബാബ പറയുന്നു, ഞാൻ പരമമായ ആത്മാവ് നിങ്ങളുടെ പിതാവാണ്. പരമാത്മാവിന് ഡ്രാമ അനുസരിച്ചുള്ള പേരാണ് ശിവൻ. ഡ്രാമ അനുസരിച്ച് എല്ലാവർക്കും പേര് ആവശ്യമാണല്ലോ. ശിവന്റെ ക്ഷേത്രങ്ങളുമുണ്ട്. ഭക്തിമാർഗത്തിലുള്ളവർ ഒന്നിനു പകരം അനേകം പേരുകൾ വെച്ചു. അതുപോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങളും പണിതു. എന്നാൽ ഇതെല്ലാം തന്നെ ഒരാളുടേത് തന്നെയാണ്. സോമനാഥ ക്ഷേത്രം എത്ര വലുതാണ്, എത്ര അലങ്കാരമാണ്! ഇന്നത്തെ കാലത്ത് വീടുകളെല്ലാം എത്രയാണ് അലങ്കരിക്കുന്നത്! എങ്ങനെയാണോ ആത്മാവിന് സ്ഥൂലമായ അലങ്കാരം ഇല്ലാത്തത്, അതുപോലെ പരമാത്മാവിനും ഇല്ല. ബാബയും ബിന്ദുവാണ്. ബാക്കി അലങ്കാരങ്ങളെല്ലാം ശരീരത്തിനാണ്. ബാബ പറയുന്നു, എനിക്കും അലങ്കാരമില്ല, ആത്മാവിനുമില്ല. ആത്മാവ് ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഇത്രയും ചെറിയ ബിന്ദുവിന് പാട്ടഭിനയിക്കാൻ സാധിക്കില്ല. ഈ ചെറിയ ആത്മാവ് എപ്പോഴാണോ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ശരീരത്തെ എത്രയാണ് അലങ്കരിക്കുന്നത്! മനുഷ്യർക്ക് എത്ര പേരുകളാണ് ഉള്ളത്! ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എത്രയാണ് സ്വയത്തെ അലങ്കരിക്കുന്നത്! വാസ്തവത്തിൽ ആത്മാവ് വളരെ ലളിതമായ ഒരു ബിന്ദുവാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി. ആത്മാവ് തന്നെയാണ് ജ്ഞാനം ധാരണ ചെയ്യുന്നത്. ബാബ പറയുന്നു, എന്നിലും ജ്ഞാനമുണ്ടല്ലോ. ശരീരത്തിലല്ല, ആത്മാവിലാണ് ജ്ഞാനമുള്ളത്. പരമാത്മാവിലാണ് ജ്ഞാനമുള്ളത്. നിങ്ങൾക്ക് ഈ ജ്ഞാനം പകരുന്നതിനായി എനിക്ക് ഈ ശരീരം ആധാരമായി എടുക്കണം. ശരീരം കൂടാതെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല.
നയനഹീനർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു എന്ന ഗീതവുമുണ്ട്. ശരീരത്തിലെ കണ്ണുകളെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അല്ല, ആത്മാവിലെ കണ്ണുകളെക്കുറിച്ചാണ്. ആത്മാവ് തന്നെയാണ് വിളിക്കുന്നത്. ശരീരത്തിന് 2 കണ്ണുകളുണ്ട്. ഒരിക്കലും 3 ഉണ്ടാകില്ലല്ലോ. 3ാമത്തെ നേത്രമായി ഇവിടെ, അതായത് മസ്തകത്തിൽ തിലകം കാണിച്ചിട്ടുണ്ട്. ചിലർ അവിടെ ഒരു ബിന്ദുവിനെ കാണിക്കാറുണ്ട്. ചിലർ കേവലം ഒരു രേഖ വരയ്ക്കുന്നു. വാസ്തവത്തിൽ ആത്മാവ് ഒരു ബിന്ദുവാണ്. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം ലഭിച്ചു. ആത്മാവിന് ആദ്യം ജ്ഞാനത്തിന്റെ ഈ 3ാമത്തെ നേത്രം ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യരിലും ഈ ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ജ്ഞാന നേത്രഹീനരെന്ന് പറയുന്നത്. ബാക്കി സ്ഥൂലമായ കണ്ണുകൾ എല്ലാവരിലുമുണ്ട്. മുഴുവൻ ലോകത്തിലും ആർക്കും തന്നെ ഈ 3ാമത്തെ നേത്രമില്ല. നിങ്ങൾ സർവോത്തമ ബ്രാഹ്മണ കുലത്തിലേതാണ്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും തമ്മിൽ എത്ര വ്യത്യാസമാണെന്ന് മനസ്സിലായി. നിങ്ങൾ രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ചക്രവർത്തി മഹാരാജാവായി തീരുകയാണ്. ICS പഠിക്കുന്നവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. എന്നാൽ ഇവിടെ പഠിപ്പിലൂടെയല്ല MP-യുടെ പദവി നേടുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിലൂടെയാണ്, വോട്ടിലൂടെയാണ് MP-യുടെ പദവി ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് ബാബയുടെ ശ്രീമതം ലഭിക്കുന്നു. ആത്മാക്കൾക്ക് മതം നൽകുവാൻ മറ്റാർക്കും തന്നെ സാധിക്കില്ല. മറ്റെല്ലാവരും ദേഹാഭിമാനികളാണ്. ബാബ തന്നെയാണ് വന്ന് ദേഹി അഭിമാനികളായി മാറാൻ പഠിപ്പിക്കുന്നത്. ബാക്കി എല്ലാവരും ദേഹാഭിമാനികളാണ്. മനുഷ്യർ തന്റെ ശരീരം എത്രയാണ് അലങ്കരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ബാബ ആത്മാക്കളെയാണ് കാണുന്നത്. ശരീരം വിനാശിയാണ്. കാൽക്കാശിന് പോലും വിലയില്ലാത്തതാണ്. മൃഗങ്ങളുടെ ശരീരത്തിന്റെ തോലെങ്കിലും ഉപയോഗപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന് യാതൊരു ഉപയോഗവുമില്ല. ഇപ്പോൾ ബാബ വന്ന് പൗണ്ടിന് സമാനം വിലയുള്ളതാക്കി മാറ്റുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ തന്നെയാണ് ദേവതകളാകുന്നത്. അപ്പോൾ തീർച്ചയായും ആ ലഹരി വർദ്ധിക്കണം. എന്നാൽ ലഹരിയും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ആയിരിക്കും. ധനത്തിന്റെയും ലഹരി ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ വളരെയധികം ധനവാനായി മാറുകയാണ്. ഇപ്പോൾ നിങ്ങൾ ധാരാളം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മഹിമയും അനേക പ്രകാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ പുഷ്പങ്ങളുടെ പൂന്തോട്ടം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യുഗത്തെ പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. ഇതിന്റെ തൈ എപ്പോഴാണ് നടുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. അല്ലയോ ഭഗവാനെ എന്നെല്ലാവരും വിളിക്കുന്നുണ്ട്. ബാബയെ ഒരിക്കലും തോട്ടക്കാരനെന്ന് പറയില്ല. കാരണം നിങ്ങൾ കുട്ടികളാണ് പൂന്തോട്ടം സംരക്ഷിക്കുന്നവർ. പൂന്തോട്ട സംരക്ഷകർ അനേക പ്രകാരത്തിലുണ്ട്. എന്നാൽ എല്ലാ പൂന്തോട്ടങ്ങളുടെയും ഉടമസ്ഥൻ ഒരേയൊരു ബാബയാണ്. മുഗൾ ഗാർഡനിലുള്ള തോട്ടക്കാരന് വളരെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നുണ്ടായിരിക്കും. കാരണം അവർ പൂന്തോട്ടം വളരെ മനോഹരമാക്കി മാറ്റുന്നു. ധാരാളം പേർ കാണാൻ വരുന്നു. മുഗൾ രാജവംശജർ വളരെയധികം പ്രൗഢിയുള്ളവരാണ്. പത്നി മരിച്ചപ്പോഴാണ് താജ്മഹൽ പണിതത്. അങ്ങനെ അതിന്റെ പ്രശസ്തി ഉണ്ടായി. എത്ര നല്ല നല്ല ഓർമ്മചിഹ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, മനുഷ്യർക്ക് തന്നെ നോക്കൂ എത്ര മഹിമയാണുള്ളത്. മനുഷ്യർ തന്നെയാണല്ലോ. യുദ്ധത്തിൽ ധാരാളം മനുഷ്യർ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം എന്തു ചെയ്യാനാണ്? അതെല്ലാം മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് കത്തിക്കും. ചിലരുടെ മൃതദേഹം അതുപോലെ തന്നെ കിടക്കും.
ആ സമയത്തൊന്നും സംസ്കാരം നടത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ മനുഷ്യ ശരീരത്തിന് യാതൊരു വിലയുമില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നാരായണീ ലഹരി വർദ്ധിക്കണം. ഇത് വിശ്വത്തിന്റെ അധികാരി പദവിയുടെ ലഹരിയാണ്. സത്യനാരായണന്റെ കഥയാണ് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായും നാരായണനാകില്ലേ? ആത്മാവിന് ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചിട്ടുണ്ട്. നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. 3ാം കണ്ണിന്റെ കഥയുമുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. കഥ കേൾപ്പിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. അമരകഥയും കേൾപ്പിക്കുന്നുണ്ട്. അമരകഥ കേൾക്കാനായി ദൂരെ ദൂരെ വരെ പോകുന്നവരുണ്ട്. ബാബ നമുക്ക് ഇവിടെ വന്ന് കേൾപ്പിക്കുന്നു. മുകളിൽ നിന്നും കേൾപ്പിക്കാൻ സാധിക്കില്ലല്ലോ. മുകളിലിരുന്നു കൊണ്ട് പാർവതിക്ക് എങ്ങനെ അമരകഥ കേൾപ്പിച്ചു കൊടുക്കും? ഈ കഥകൾ ഉണ്ടാക്കുന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി വീണ്ടും ആവർത്തിക്കപ്പെടും. ബാബ കുട്ടികൾക്ക് ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചിരിക്കുകയാണ്. അന്ധർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു എന്ന് പറയാറുണ്ടല്ലോ. ഭക്തിമാർഗത്തിൽ ഇങ്ങനെ വിളിക്കാറുണ്ട്. ബാബ വന്ന് നമുക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം നൽകുകയാണ്. ഈ നേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. ജ്ഞാനത്തിന്റെ 3ാം നേത്രമില്ലെങ്കിൽ അവരുടേത് തിമിരം ബാധിച്ച ചെറിയ കണ്ണുകൾ പോലെയാണ്. സ്ഥൂല നേത്രങ്ങൾ ഓരോരുത്തർക്കും പലതരത്തിലാണ് ഉള്ളത്. ചിലരുടേത് ശോഭനീയമായ കണ്ണുകളായിരിക്കും. പിന്നീട് അതിന് സമ്മാനവും ലഭിക്കുന്നു, മിസ് ഇന്ത്യ എന്നെല്ലാം. നിങ്ങൾ കുട്ടികളെ ഇപ്പോൾ ബാബ എന്തിൽ നിന്നും എന്താക്കിയാണ് മാറ്റുന്നത്? സത്യയുഗത്തിൽ പ്രകൃതിദത്തമായ സൗന്ദര്യമായിരിക്കും. എന്തുകൊണ്ടാണ് കൃഷ്ണന് ഇത്രയും മഹിമയുള്ളത്? കാരണം കൃഷ്ണൻ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവനാണ്. നമ്പർ 1 കർമാതീത അവസ്ഥ പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് പ്രശസ്തിയും നമ്പർ 1. ഇതും ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ ഇടയ്ക്കിടെ പറയുന്നു, കുട്ടികളെ മന്മന ഭവ. അല്ലയോ ആത്മാക്കളെ, തന്റെ അച്ഛനെ ഓർമ്മിക്കൂ. കുട്ടികളിലും നമ്പർ വൈസാണല്ലോ. ലൗകിക പിതാവിനും 5 മക്കളുണ്ടെങ്കിൽ അതിൽ വിവേകശാലി കുട്ടിയെ മുന്നിൽ വയ്ക്കുന്നു. മാലയിലെ മുത്തുകളല്ലേ? 1ാം നമ്പർ, 2ാം നമ്പർ, 3ാം നമ്പർ എല്ലാം ഒരേപോലെ ആയിരിക്കില്ല. ബാബയുടെ സ്നേഹവും നമ്പർ വൈസ് ആയിരിക്കും. ലൗകികത്തിലേത് പരിധിയുള്ള കാര്യം, ഇവിടെ പരിധിയില്ലാത്ത കാര്യം. ഏതു കുട്ടികൾക്കാണോ ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിക്കുന്നത് അവരുടെ ബുദ്ധിയും പെരുമാറ്റവും വളരെ പരിശുദ്ധമായിരിക്കും. പുഷ്പങ്ങളുടെ രാജാവിനെക്കുറിച്ച് പറയാറുണ്ടല്ലോ. അതുപോലെ ഈ ബ്രഹ്മാവും സരസ്വതിയും പുഷ്പങ്ങളുടെ രാജാവും റാണിയുമാണ്. ജ്ഞാനത്തിലും യോഗത്തിലും തീവ്രഗതിയിൽ മുന്നേറുന്നവരാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ദേവതകളായി മാറുന്നവരാണ്. അഷ്ടരത്നങ്ങളാണ് മുഖ്യം. അഷ്ടരത്നങ്ങളുടെ മാലയിൽ ആദ്യം പുഷ്പമാണ്, അതായത് ശിവബാബ. പിന്നീട് യുഗൾ മുത്തുകൾ ബ്രഹ്മാവും സരസ്വതിയും. പലരും മാല സ്മരിക്കാറില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ ബ്രാഹ്മണർക്ക് പൂജയില്ല, സ്മരണ മാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ മേൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ സാധിക്കില്ല. ശരീരം പവിത്രമാണെങ്കിൽ മാത്രമേ പുഷ്പങ്ങൾ അർപ്പിക്കാൻ സാധിക്കൂ. ഇവിടെ ആരുടെയും ശരീരം പവിത്രമല്ല. എല്ലാവരും വിഷത്തിലൂടെ ജനിച്ചതാണ്. അതുകൊണ്ട് വികാരികളാണ്. ഈ ലക്ഷ്മി നാരായണനെ മാത്രമേ സമ്പൂർണ്ണ നിർവികാരികൾ എന്നു പറയൂ. സത്യയുഗത്തിലും കുട്ടികൾ ജനിക്കുമല്ലോ. അവിടെ ടെസ്റ്റ് ട്യൂബിലൂടെയൊന്നുമല്ല കുട്ടികൾ ജനിക്കുന്നത്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. നിങ്ങൾ കുട്ടികളെ
ഇവിടെ 7 ദിവസം ഭട്ടിയിൽ ഇരുത്താറുണ്ട്. ഭട്ടിയിലുള്ള ഇഷ്ടികകൾ ചിലത് പൂർണമായും പക്കായാകുന്നു, ചിലത് പാകമാകാതെ തന്നെ ഇരിക്കുന്നു. ചുളയുടെ ഉദാഹരണമാണ് നൽകുന്നത്. എന്നാൽ ഈ ഇഷ്ടികയുടെ ചുളയെക്കുറിച്ച് ഒരിക്കലും ശാസ്ത്രത്തിൽ വർണ്ണിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു കഥയിൽ മായയാകുന്ന പൂച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുലബ് കാ വലി എന്ന കഥയിലും പൂച്ചയുടെ പേര് കാട്ടിയിരിക്കുന്നു. പൂച്ച ദീപം അണയ്ക്കുമായിരുന്നു. നിങ്ങളുടെയും ഈ അവസ്ഥ തന്നെയാണല്ലോ. മായയാകുന്ന പൂച്ച വിഘ്നമിടുന്നു. നിങ്ങളുടെ അവസ്ഥ താഴേക്ക് വീഴ്ത്തുന്നു. ആദ്യ നമ്പർ ദേഹാഭിമാനമാണ്. പിന്നീടാണ് മറ്റുള്ള വികാരങ്ങൾ വരുന്നത്. ഒരുപാട് പേരിൽ മോഹമാകുന്ന ഭൂതവുമുണ്ട്. എനിക്ക് ഭാരതം സ്വർഗമാക്കുന്ന സേവനം ചെയ്യണമെന്ന് കുട്ടികൾ പറയുമ്പോൾ മാതാപിതാക്കൾ മോഹത്തിൽ വശപ്പെട്ട് അതിന് സമ്മതിക്കില്ല. നിങ്ങൾ മോഹത്തിൽ വശപ്പെട്ട പൂച്ചയെപ്പോലെ ആകരുത്. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ലക്ഷ്മി നാരായണനാവുക എന്നതാണ്. ബാബ വന്ന് മനുഷ്യനിൽ നിന്നും ദേവത അല്ലെങ്കിൽ നരനിൽ നിന്ന് നാരായണനാക്കിയാണ് മാറ്റുന്നത്. തന്റെ ഗണത്തിൽപ്പെട്ടവരുടെ സേവനം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. ഭാരതത്തിന്റെ സേവനം ചെയ്യണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം ആരായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും രാജാക്കന്മാരുടെയും രാജാവാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. തന്റെ രാജധാനിയുടെ സ്ഥാപനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ ബുദ്ധിമുട്ടേണ്ടതായ ആവശ്യമില്ല. ഡ്രാമയിൽ വിനാശത്തിനായുള്ള യുക്തിയും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുൻപും മിസൈലുകളുടെ യുദ്ധം നടന്നിട്ടുണ്ട്. എപ്പോഴാണോ നിങ്ങൾ പൂർണ്ണ രീതിയിൽ തയ്യാറെടുക്കുന്നത്, എല്ലാവരും പുഷ്പങ്ങളായി മാറുന്നത്, അപ്പോഴാണ് വിനാശം സംഭവിക്കുന്നത്. ചിലർ പുഷ്പങ്ങളുടെ രാജാവാണ്, ചിലർ റോസാപുഷ്പം, ചിലർ രാജമല്ലി. ഓരോരുത്തർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഞാൻ എരിക്കിൻ പുഷ്പമാണോ അല്ലയോ എന്ന്. വളരെയധികം പേർക്ക് ജ്ഞാനത്തിന്റെ ധാരണ പോലുമില്ല. നമ്പർ വൈസല്ലേ. ചിലർ വളരെയധികം ഉയർന്നത്, ചിലർ വളരെയധികം താഴ്ന്നതും. ഇവിടെ നിന്ന് തന്നെയാണ് രാജധാനിയുടെ സ്ഥാപന ഉണ്ടാകുന്നത്. ശാസ്ത്രത്തിൽ കാണിച്ചിട്ടുണ്ട് പാണ്ഡവർ വീണു മരിച്ചു എന്ന്. പിന്നെന്തുണ്ടായി എന്ന് അറിയില്ല. കഥകൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എത്ര സ്വച്ഛ ബുദ്ധികളായാണ് മാറുന്നത്. ബാബ നിങ്ങൾക്ക് അനേകം പ്രകാരത്തിലുള്ള യുക്തികൾ മനസ്സിലാക്കി തരുന്നു. എത്ര സഹജമാണ്. കേവലം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് പതീത പാവനൻ. നിങ്ങളുടെ ശരീരവും ആത്മാവും പതീതമാണ്. ഇപ്പോൾ പാവനമാകണം. ആത്മാവ് പവിത്രമാകുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയത്നിക്കണം. ബാബ പറയുന്നു, കുട്ടികൾ വളരെയധികം ദുർബലരാണ്. ബാബയെ ഓർമ്മിക്കാൻ മറന്നുപോകുന്നു. ബ്രഹ്മബാബ സ്വയം തന്റെ അനുഭവം പറയാറുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർമ്മിക്കാറുണ്ട് ശിവബാബയാണ് കഴിപ്പിക്കുന്നതെന്ന്. എന്നാൽ വീണ്ടും മറന്നുപോകുന്നു. പിന്നീട് സ്മൃതിയിലേക്ക് വരുന്നു. നിങ്ങളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ്. ചിലർ ബന്ധനമുക്തരായിട്ടും പലരിലും കുടുങ്ങി മരിച്ചു പോകുന്നു. ചിലർ കുട്ടികളെ ദത്തെടുക്കുന്നവരുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം നൽകുന്ന ബാബയെ ലഭിച്ചിട്ടുണ്ട്. ഇതിനെയാണ് 3ാമത്തെ നേത്രത്തിന്റെ കഥയെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നാസ്തികരിൽ നിന്നും ആസ്തികരായി തീരുന്നു. ബാബ ബിന്ദു സ്വരൂപനാണെന്ന് കുട്ടികൾക്കറിയാം. ജ്ഞാനത്തിന്റെ സാഗരനാണ്. ഭഗവാൻ നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണെന്ന് മറ്റുള്ളവർ പറയുന്നു. ജ്ഞാനസാഗരനാണെങ്കിൽ
തീർച്ചയായും ജ്ഞാനം കേൾപ്പിക്കില്ലേ? ബാബയുടെ ഓർമ്മചിഹ്നമായാണ് ശിവലിംഗം വെച്ചിരിക്കുന്നത്. പിന്നെങ്ങനെ നാമരൂപത്തിൽ നിന്ന് വേറിട്ടതെന്ന് പറയും? ആയിരക്കണക്കിന് പേരാണ് പറയുന്നത്. കുട്ടികളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. പരമാത്മാവ് ജ്ഞാനത്തിന്റെ സാഗരനാണെന്ന് പറയാറുണ്ട്. ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷത്തെയും പേനയാക്കി ഭഗവാന്റെ മഹിമ എഴുതിയാലും അവസാനിക്കില്ലെന്ന് പറയുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ പൗണ്ടിന് സമാനം വിലയുള്ളവരായി മാറുകയാണ്. നമ്മൾ തന്നെയാണ് ദേവതയായി മാറുന്നവർ. ഈ നാരായണീ ലഹരിയിലിരിക്കണം. ബന്ധനമുക്തരായി സേവനം ചെയ്യണം. ഒരിക്കലും ബന്ധനത്തിൽ അകപ്പെടരുത്. 2. ജ്ഞാനയോഗത്തിൽ തീവ്രഗതിയോടെ മാതാപിതാവിന് സമാനം പുഷ്പങ്ങളുടെ രാജാവായി തീരണം. തന്റെ സമാന തലത്തിലുള്ളവരുടെ സേവനവും ചെയ്യണം. വരദാനം: തന്റെ സർവ ഖജനാക്കളെയും മറ്റാത്മാക്കളുടെ സേവനത്തിൽ ഉപയോഗിച്ച് സഹയോഗിയാകുന്ന സഹജയോഗി ഭവ. സഹജയോഗിയാകാനുള്ള മാർഗമാണ് സദാ അവനവനെ സങ്കല്പത്തിലൂടെ, വാക്കിലൂടെ, ഓരോ കാര്യത്തിലൂടെ വിശ്വത്തിലെ സർവാത്മാക്കളെയും പ്രതി സേവാധാരിയെന്ന് മനസ്സിലാക്കി സേവനത്തിൽ തന്റെ സർവ്വതും ഉപയോഗിക്കുക. ശക്തികളുടെ, ഗുണങ്ങളുടെ, ജ്ഞാനത്തിന്റെ, ശ്രേഷ്ഠ സമ്പാദ്യത്തിനുള്ള സമയത്തിന്റെ എന്തെല്ലാം ഖജനാക്കൾ ബ്രാഹ്മണ ജീവിതത്തിൽ ബാബയിൽ നിന്ന് പ്രാപ്തമായിട്ടുണ്ടോ അവ സേവനത്തിൽ ഉപയോഗിക്കൂ. അതായത് സഹയോഗിയാകൂ. എങ്കിൽ സഹജയോഗി ആകുക തന്നെ ചെയ്യും. എന്നാൽ സഹയോഗിയാകാൻ അവർക്കേ കഴിയൂ ആരാണോ സമ്പന്നം. സഹയോഗി ആകുക അർത്ഥം മഹാദാനി ആകുക. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗിയാകൂ. എങ്കിൽ ആകർഷണത്തിന്റെ എല്ലാ സംസ്കാരവും സഹജമായി തന്നെ അവസാനിപ്പിക്കും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. തന്റെ സ്ഥൂല കാര്യങ്ങളുടെ പരിപാടി ദിനചര്യ അനുസരിച്ച് സെറ്റ് ചെയ്യുന്നത് പോലെ തന്റെ മനസ്സാ സമർത്ഥ സ്ഥിതിയുടെ പരിപാടി സെറ്റ് ചെയ്യൂ. എങ്കിൽ സങ്കല്പശക്തി ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. തന്റെ മനസ്സിനെ സമർത്ഥ സങ്കല്പങ്ങളിൽ ബിസിയാക്കി വെക്കുമെങ്കിൽ മനസ്സിന് അപ്സെറ്റ് ആകാനുള്ള സമയമേ ലഭിക്കില്ല. മനസ്സ് സദാ സെറ്റ് അർത്ഥം ഏകാഗ്രമെങ്കിൽ സ്വതവേ നല്ല വൈബ്രേഷൻ പരക്കുന്നു. സേവനം നടക്കുന്നു. ഓം ശാന്തി.